എസി വെജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഒരു തമിഴ് റെസിപ്പിക്ക് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലത്. ഈ നല്ലെണ്ണ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 നുള്ളി ജീരകം, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല, 2 ടേബിൾ സ്പൂൺ നിലക്കടല അത്രയും ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ റോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ നിലക്കടല ഒന്ന് പൊട്ടി വരുന്ന ടൈം വരെ അത് റോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഇടുക. അതിന് തൊട്ട് പുറകെ തന്നെ പച്ചമുളകും വറ്റൽമുളകും. ഞാൻ 2 പച്ചമുളകും 2 വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 4 വറ്റൽമുളകായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം. വൈകുന്നേരം വരെയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് മാത്രം ഇടുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊടികളിടുന്നത് ആദ്യം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം 2 മണമൊക്കെ വരുമ്പോഴത്തേക്കും കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ 2 നാരങ്ങയുടെ നീര്, നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുന്ന 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക. ആ വഴിക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഒരു 3 കപ്പ് ചോറുണ്ട്, അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊന്നിയരിയോ അല്ലെങ്കിൽ സോന മസൂരി റൈസോ ആണ് ഏറ്റവും നല്ലത്. പൊന്നിയരിക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് നമ്മുടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതൊരു ഉണ്ടാക്കി 2 മണിക്കൂറിന് ശേഷമൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.